അപ്പോൾ ഇത് നമുക്ക് ഡബ്ലോലിക്ക ഉപ്പിലിട്ടാലോ? ചിലയിടത്ത് ഡബ്ലോലി, ചിലയിടത്ത് ലൂബിക്ക, ചിലയിടത്ത് ലവ്ലോലിക്ക, അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആളാട്ടോ ഇത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞി ചെടിയുണ്ട്. അതിപ്പോൾ 2 കൊല്ലമായിട്ടേ ഉള്ളൂ കേട്ടോ കാ പിടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഉപ്പിലിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ പൊട്ടിച്ചെടുത്തു. കുറച്ച് വിളഞ്ഞതും വിളയാത്തതും അങ്ങനെയൊക്കെയാണ് ഞാൻ പിച്ചിയെടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാന്താരിമുളക് വെച്ച്, ഇതിന് കാന്താരിമുളക് കേട്ടോ ബെസ്റ്റ്. ഇങ്ങനെ കാന്താരിമുളകും പിച്ചിയെടുത്തു. അതിനുശേഷം 2-3 മുളകും കൂടെ ഞാൻ പിച്ചിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതെല്ലാം കൂടി ഇട്ട് നല്ലതായിട്ട് കഴുകിയിട്ട് അതിൽ നിന്ന് ചീത്തയും നല്ലതുമൊക്കെ, ചീത്തയായിട്ടുള്ളതൊക്കെ കളഞ്ഞിട്ട് ബാക്കിയെല്ലാം നല്ലതായിട്ട് കഴുകി നമുക്ക് നല്ലതായിട്ട് വൃത്തിയാക്കിയിട്ട് ഒന്ന് വെള്ളം തോരാനായിട്ട് കുറച്ച് നേരം വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് കല്ലുപ്പും ഒരിച്ചിരി വിനാഗിരിയും കൂടി എടുത്തിട്ട് തിളപ്പിക്കുക കേട്ടോ. എന്നിട്ട് ഇതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇന്നുള്ളിക്ക് ഭയങ്കര എരിയായിരുന്നു ഗൈസ്. എന്താണെന്നറിയില്ല, പതിവിനേക്കാൾ എരിയായിരുന്നു. ഞാൻ കുറേ കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കുപ്പീൻ്റെ ഗ്ലാസ് എടുത്തതിന് ശേഷം അതിലേക്ക് 2 മുളക് അരിഞ്ഞിട്ടിട്ട് മണ്ടയ്ക്ക് ലവ്ലോലിക്ക, നമ്മുടെ കുഞ്ഞുള്ളി അരിഞ്ഞത്, നമ്മുടെ കാന്താരിമുളക് ഒത്തിരി ഇട്ട് കേട്ടോ. എനിക്ക് എരി ഭയങ്കര ഇഷ്ടമാണ്. എരി ഭയങ്കര ഇഷ്ടമാണെന്നല്ല, ഉപ്പിലിട്ടതിന് എരി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഓരോ ലെയറായിട്ട് ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം ആറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ലവ്ലോലിക്ക അങ്ങ് വെന്തലിന്തു പോവും. അപ്പോൾ അത് വേണ്ട. അങ്ങനെ 2 കുപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് 3ാമത്തെ ദിവസത്തെ കാഴ്ച കേട്ടോ. നല്ല എരിയൊക്കെ പിടിച്ച് നമ്മുടെ ലവ്ലോലിക്കയൊക്കെ ഇങ്ങനെ ഒന്ന് പയ്യെ ഞെങ്ങി തുടങ്ങി. എന്നിട്ട് നമ്മൾ അടുത്ത ദിവസം ബാക്കിയുള്ള ലവ്ലോലിക്കയൊക്കെ അപ്പുറത്ത് ആൻറ്റിക്കൊക്കെ കൊടുക്കാൻ വേണ്ടി, ആൻറ്റിക്ക് അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പറിക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ കുറേയൊക്കെ എൻ്റെ വായിലോട്ട് തന്നെ കേട്ടോ ചെന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ലവ്ലോലിക്ക വിളഞ്ഞത് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പുളി ഫീൽ ചെയ്യുന്നു. ചിലയിടത്തുനിന്ന് ഞാൻ കഴിക്കുമ്പോൾ വിളഞ്ഞതിനൊക്കെ ഇച്ചിരി മധുരമുണ്ട്. അങ്ങനെ വെറൈറ്റീസൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.